പ്രൗഢമായ ഫാമിലി കോൺഫറൻസിൻ്റെ ആദ്യത്തെ സംസാരമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. എൻ്റെ സംസാരത്തിന് ശേഷം നടക്കുന്ന സംസാരങ്ങളിലൂടെ ഇവിടെ ഞാൻ അവതരിപ്പിച്ചതും മറ്റുള്ളവർ അവതരിപ്പിച്ച് അതിൻ്റെ സൊല്യൂഷൻ പരിഹാരം പറയുന്നതുമായ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് കേൾക്കും. കുടുംബം നേരിടുന്ന, സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമാണ് ഞാൻ എൻ്റെ കൊച്ചു സംസാരത്തിൽ നിർവഹിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള തൗഫീക്ക് സർവശക്തനായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫാമിലി കോൺഫറൻസ് എന്ന് കേൾക്കുമ്പോൾ അതിലൊന്നാമത്തെ പദം തന്നോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, എവിടെ നോക്കിയാലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും വാപ്പയും ഒക്കെ ഉൾപ്പെട്ടതാണെങ്കിൽ അതിലെ ഓരോരുത്തരെക്കുറിച്ചും ആശങ്കകളും ആകുലതകളും നിറഞ്ഞ, പേടിയും ഉത്കണ്ഠയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മതം ഉത്കണ്ഠകളെയും ആശങ്കകളെയും ആകുലതകളെയും പേടിയെയും പറഞ്ഞ് ആളുകളെ ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല അള്ളാഹുവിൻ്റെ മതം. കാലോചിതമായി ആളുകൾക്കിടയിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മതമാണ് അള്ളാഹുവിൻ്റെ മതം. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ് എന്ന് പറയാൻ ആർക്കും കഴിയും. ആ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം എന്ത് എന്ന് നിർദ്ദേശിക്കാൻ അവിടെയാണ് അൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിൻ്റെ മതം വേറിട്ട് നിൽക്കുന്നത്. എന്ത് പ്രശ്നങ്ങളാണോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ മതത്തിലുണ്ട്. ഏതേത് പ്രതിസന്ധികളാണോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, ആ പ്രശ്നങ്ങൾക്കുള്ള, പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അത് സർവശക്തനായ അള്ളാഹുവിൻ്റെ മതത്തിലുണ്ട്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഒരു മുസ്ലിമിന് നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോയാൽ നാം വളരെ വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്ന് വീഴുക. അതുകൊണ്ട് എൻ്റെ സംസാരത്തിലൂടെ പ്രശ്നങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി പരിഹാരങ്ങൾ പിറകിൽ വരുമെന്ന് പറയുന്ന ഒരു സംസാരത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിത്തറയും അതിൻ്റെ ആണിക്കല്ലും അതിൻ്റെ ബേസുമൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ആ മതവിശ്വാസ ആചാരപ്രകാരം ഒരു വിവാഹ സമ്പ്രദായമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ആ നാട്ടിലെ ആളുകളുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന് പ്രവാചകനായി കടന്നു വരുമ്പോൾ, അള്ളാഹുവിന്റെ ദിവ്യബോധനം ലഭിച്ച് അള്ളാഹുവിന്റെ റസൂലായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളുള്ള വീടിന്റെ മുകളിൽ പതാക ഉയർത്തിയ ഒരു മണ്ണിന്റെ പരിസരത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചത്. പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടികളുടെ വീടിന്റെ മുകളിൽ പതാക ഉയർത്തുന്നു ആ നാട്ടിൽ. ആ പതാക കണ്ടാൽ അവിടുത്തെ ആളുകൾക്കറിയാം ഇവിടെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടിയുണ്ട് എന്ന്. അവിടേക്ക് ആളുകൾ കയറി ചെല്ലുകയാണ്. എന്നിട്ട് ആ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയുമായി ശാരീരികമായ, ലൈംഗികമായ ദാഹം തീർക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ആ വീട്ടിൽ കയറിയിറങ്ങും. അങ്ങനെ അവൾ ഏതോ ഒരു ബന്ധത്തിലൂടെ ഒരു പ്രഗ്നൻസിയിലേക്ക്, ഒരു ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൾ പ്രസവിച്ച് കുഞ്ഞ് പുറത്തു വന്ന് കുഞ്ഞിന്റെ മുഖഛായയും ഇവിടെ വന്നവരെ എല്ലാവരെയും വിളിച്ച് അവരുടെ മുഖഛായയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ വാപ്പ ഇവനായിരിക്കുമെന്ന് പറഞ്ഞ്
അവന് വിട്ടുകൊടുക്കുന്ന വിവാഹമെന്ന് പറഞ്ഞുകൂടല്ലോ അതിന് ഏതെങ്കിലും ഒരു നല്ല സംസ്കാരത്തിന്റെ പേരിട്ടുകൂടാ. അത്തരത്തിലുള്ള വൃത്തികേടിന്റെ സംസ്കാരശൂന്യമായ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു നാട്ടിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനായി, തിരുദൂതരായി, അവസാനത്തെ പ്രവാചകനായി ആ മണ്ണിലേക്ക് അള്ളാഹു തആല നിശ്ചയിക്കുന്നത്. അവിടെ മനോഹരമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വിവാഹ സമ്പ്രദായത്തെ ആ സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ മതവിശ്വാസികൾക്കും വിവാഹം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്നാൽ ഈ വിവാഹത്തെ തന്നെ തച്ചുടച്ച് ആ വിവാഹം എന്നത് പുതിയ തലമുറയ്ക്ക് മുന്നിൽ എന്തൊക്കെയോ പ്രതിസന്ധികളാണ്, പ്രാരാബ്ധങ്ങളാണ്, ബാധ്യതകളാണ്, എന്നെ ലോക്കാക്കുന്ന സമ്പ്രദായമാണ്, എന്റെ ഫ്രീഡത്തിന് അത് തീർത്തും എതിരാണ് എന്ന നിലക്ക് ആണിനെയും പെണ്ണിനെയും കുൽസിതമായ ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ, കോളേജ് ക്യാമ്പസുകളിലൂടെ, അതല്ലാത്ത മറ്റു അവസരങ്ങളിലൂടെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നവർ, ഞാൻ എഴുത്തുകാരനാണ്, ചിന്തകനാണ്, സംവിധായകനാണ്, സെലിബ്രിറ്റികളാണ് എന്നറിയപ്പെടുന്നവർ, അവർ സമൂഹത്തിന്റെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വന്ന് വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തെ തന്നെ അപകടമാണ്, മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന അപകടകരമായ വിധമുള്ള സംസാരങ്ങളും എടുത്തുകുത്തുകളുമാണ് പുതിയ തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരത്തിലൂടെ ചില ആളുകളുടെ ചില വാക്കുകൾ, നമ്മുടെ നാട്ടിൽ കേരളക്കരയിലൊക്കെ അറിയപ്പെടുന്ന ചില ആളുകളുടെ സംസാരങ്ങൾ ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്കിത് ബോധ്യമാകും, നിങ്ങൾ കേട്ടതായിരിക്കാം. എത്രത്തോളം അപകടത്തിലേക്കാണ് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ വിവാഹത്തിലൂടെ ആരംഭം കുറിക്കുന്ന ഒന്നാണ്, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള കല്യാണങ്ങൾ നടക്കുമെന്ന് പറഞ്ഞപ്പോ, സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ടുള്ള കല്യാണം നടക്കുമെന്ന് പറയുമ്പോ, കുടുംബ മഹിമക്കും പോരിശക്കും തറവാടിന്റെ പേര് പറഞ്ഞ് കല്യാണങ്ങൾ നടക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ചില ആളുകൾ ദീനി ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, മരണബോധം, പരലോകബോധം, അങ്ങനെയുള്ള അത് വെച്ചുകൊണ്ടാണ്, മാനദണ്ഡമാക്കിക്കൊണ്ടാണ് കല്യാണം നടക്കുക. ആ ദീനി ബോധത്തെ സെലക്ട് ചെയ്യണം. നീ കൂലിപ്പടിയെടുക്കേണ്ടി വന്നാലും, നിന്റെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, നീ അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നാലും, കഷ്ടപ്പെടേണ്ടി വന്നാലും ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനങ്ങൾക്കുള്ള മെസ്സേജായി കൈമാറി തന്നതാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചിട്ടയിലും ഈ ആചാരത്തിലും ഈ അനുഷ്ഠാനവുമൊക്കെ തന്റെ മതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചു പോരുന്ന മതവിശ്വാസികൾ, അതേത് മതവിശ്വാസികളാകട്ടെ, ആ മതവിശ്വാസികൾക്കിടയിൽ എന്തിനാണ് വിവാഹം എന്ന് കേൾക്കുന്നത് എനിക്കറപ്പാണ്. വിവാഹം എന്ന് കേൾക്കുന്നത് തന്നെ, അത് പറയുന്നത് തന്നെ, ഞാൻ അതിനെക്കുറിച്ച് ആളുകൾ എങ്ങനെ അതിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു മോശമായ സ്ഥലമാണ് എന്ന് പ്രിയപ്പെട്ടവരെ, സിനിമാ രംഗത്തും അതുപോലെ തന്നെ അറിയപ്പെട്ട മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കേരളക്കരയിലെ മലയാളികളായ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. സ്ക്രീനിൽ ആദ്യം ഞാൻ കേൾപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സംസാരമാണ്. പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സംസാരം നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് കേൾക്കാം, കേട്ടോളൂ. ഈ വിവാഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. കണ്ടോ, അദ്ദേഹത്തിന്റെ 3 വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, കുടുംബം ദുഷിച്ച സ്ഥലമാണ്, വിവാഹം എന്നത് മോശമാണ്, അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇതാണ് പുതിയ തലമുറകളോട് സംവിധായകന്മാരായി അറിയപ്പെടുന്ന, സെലിബ്രിറ്റികളായി അറിയപ്പെടുന്ന, സാഹിത്യകാരന്മാരായി അറിയപ്പെടുന്ന, ബുദ്ധിജീവികളായി അറിയപ്പെടുന്ന ആളുകൾ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നത്. വിവാഹം അതൊരു ദുഷിച്ച സ്ഥലമാണ്, വിവാഹം എന്നതൊരു മോശമായ ഏർപ്പാടാണ്, വിവാഹത്തിലൂടെ ഒരു മനുഷ്യന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുകയാണ്, അല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ എന്തു പറഞ്ഞു എന്നത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രസംഗങ്ങളുടെ കടന്നു വരും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമാകുന്ന ഖുർആനിൽ ഈ പ്രപഞ്ചനാഥന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളാകുന്ന വർഗത്തിൽ നിന്നുണ്ടാക്കി തന്നു എന്നത്. ഒരൊറ്റ വാചകം ഞാൻ ഈ സമയത്ത് പറയട്ടെ, ലിതസ്കുനു ഇലൈഹ,
അവളിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാനെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. ആ ഇണയായി സ്വീകരിക്കുന്ന സ്ത്രീയിൽ നിനക്ക് സമാധാനം കിട്ടാൻ, അല്ലേ? വിവാഹത്തിലൂടെ കാരുണ്യവും ആർദ്രതയും അങ്ങേറ്റത്തെ പ്രേമവും അവരുടെ മനസ്സുകളിലേക്ക് അള്ളാഹു സന്നിവേശിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായ സമാധാന ജീവിതം നൽകാനാണ് വിവാഹമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോ അത് പ്രായോഗികമായി ലോകത്തിന്റെ മുമ്പിൽ നൂറ്റാണ്ടുകളായി കടന്നു വരുന്ന സമ്പ്രദായത്തെ ഒരു ദുഷിച്ച കേന്ദ്രമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു മോശമായ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ സർവ്വ സ്വാതന്ത്ര്യവും വിവാഹം കഴിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പോരാ, ഇത് മോശമാണ് എന്ന് പറയാൻ, ഇത് ദുഷിച്ച സ്ഥലമാണ് എന്ന് പറയാൻ പോരാ പ്രിയപ്പെട്ടവരെ, ഇത് ഫ്രീഡം നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് പറയാൻ ഇയാൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം എന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത് എന്ന് അയാളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യമാകും എന്ത് സ്വാതന്ത്ര്യത്തെയാണ് വിവാഹം തടസ്സപ്പെടുത്തുക, എന്തുകൊണ്ടാണ് വിവാഹം മോശമായത്, എന്തുകൊണ്ടാണ് വിവാഹം ദുഷിച്ച ഒരു ഏർപ്പാടായത്. അയാളുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം, കേട്ടോളൂ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. കണ്ടോ എന്താ പറഞ്ഞ? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അവിഹിത ബന്ധത്തെയാണ് അദ്ദേഹം ഈ പേരിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലോകം ഈ പേരിട്ട് വിളിക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് ഒരു ഇണ എന്റെ കൂടെ ഉണ്ടാകുമ്പോ ഞാൻ ഒരാളെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ട്ണർ പറയും, എന്റെ ഇണ പറയും, എന്റെ ഭാര്യ പറയും അബദ്ധം സംഭവിച്ചതല്ലേ, നിങ്ങളുടെ ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ, സാരമില്ല, നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറയും. എന്നാൽ ഞാനൊരു മറ്റൊരു സ്ത്രീയെ സമീപിക്കുന്നുണ്ട്, ഞാൻ വേറെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്റെ ഇണയോട് പറഞ്ഞാൽ ആ ഇണ എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, അവൾ തന്നെ എന്നെ കൊല നടത്താനുള്ള ഏർപ്പാട് ചെയ്യും, കാരണം ഞാൻ വേറൊരു പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എന്റെ കൂടെ ഒരു ഇണയുണ്ടായത്. ബാധ്യതകളും ഒപ്പിടലുകളും അതുപോലെ തന്നെ സാക്ഷികളുമൊക്കെയായി ഏതൊരു മതവിശ്വാസത്തിലാണെങ്കിലും അവരുടെ സമ്പ്രദായ പ്രകാരം ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തിലൂടെ ചില ബാധ്യതകൾ ഏറ്റെടുക്കുകയാണ്, ചില കടമകൾ ഏറ്റെടുക്കുകയാണ്. അവൾ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ടുണ്ട്, അപ്പോൾ പിന്നെ മറ്റൊരു സ്ത്രീയുടെ അടുക്കലേക്ക് എനിക്ക് പോവാൻ പറ്റുകയില്ല. അങ്ങനെ പോയി എന്നറിഞ്ഞാൽ, കൊലപാതകം നടത്തി എന്ന് ഞാൻ എന്നെ കുറിച്ചറിഞ്ഞാൽ ക്ഷമിക്കുന്ന എന്റെ ഭാര്യ മറ്റൊരു സ്ത്രീയുടെ മുമ്പിലേക്ക് ഞാൻ പോയി എന്നറിഞ്ഞാൽ ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് വിവാഹം സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു. എന്തുകൊണ്ടാ വിവാഹം ഫ്രീഡം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്? വിവാഹം കഴിച്ചാൽ പിന്നെ മറ്റൊരു പെണ്ണിന്റെ അടുത്തേക്ക് എനിക്ക് പോവാൻ കഴിയില്ല, എന്റെ ഇണ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നു വിവാഹം. അതുകൊണ്ട് വിവാഹം ഒരു ദുഷിച്ച സ്ഥലമാണ്, വിവാഹം എന്നത് മോശപ്പെട്ട സമ്പ്രദായമാണ്, അത് എന്റെ സർവ്വ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ് എന്ന് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഞാൻ കേൾപ്പിക്കുന്നില്ല, ഒരു സിനിമാ സംവിധായകൻ കേരളക്കരയിലെ അല്ലെങ്കിൽ മലയാള മനസ്സിലാകുന്ന ആളുകളോട് പറയുന്ന വാചകം എന്തെന്നറിയുമോ? ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് ആ സിനിമ പുറത്തിറങ്ങുമ്പോ, സിനിമ കണ്ട് ടാക്കീസിൽ നിന്നിറങ്ങുമ്പോ ഒരു 10 പേരെങ്കിലും എനിക്ക് ഭാര്യ വേണ്ട എന്ന് തീരുമാനിച്ച്, എനിക്ക് ഭർത്താവ് വേണ്ട എന്ന് തീരുമാനിച്ച് വിവാഹമോചനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ്. എങ്ങനെ? ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ ഇറക്കിയ ഒരു സിനിമ, ഞാൻ സംവിധാനം ചെയ്ത ഒരു സിനിമ, ആ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി പോകുന്ന ആളുകളിൽ നിന്ന് 10 പേര് പറയുകയാണ്, എനിക്കിനി കുടുംബം വേണ്ട, എനിക്കിനി ഭാര്യ വേണ്ട, മക്കള് വേണ്ട, ഇണ വേണ്ട, ഇങ്ങനെ ബാധ്യതയുള്ള ഏർപ്പാടുകൾ ഞാൻ വിട്ടുപോവുകയാണ്, എനിക്ക് ഭർത്താവ് വേണ്ട, എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തീരുമാനിച്ച് എന്റെ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ 10 പേർ വിവാഹമോചനത്തിന് റെഡിയാവുകയാണെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ് എന്ന് പച്ചയായി സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ സിനിമാ രംഗത്തുള്ള സംവിധായകന്മാർക്ക് മടിയില്ല. ഇല്ല, നിരീശ്വരത്വത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ജബ്ബാർ മാഷുമാരെ പോലെയുള്ള മാഷുമാരുണ്ട്, അല്ലേ? അറിയപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അവർ സമൂഹത്തോട് പറയുന്നത്, യൂറോപ്പിലെ ആളുകൾ വിവാഹം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്?
60% ആളുകൾ, 50% ആളുകൾ, നല്ല യൗവനത്തിലുള്ള ആളുകൾ, അവരൊന്നും വിവാഹം കഴിച്ചിട്ടല്ല ജീവിക്കുന്നത്. വിവാഹം ബാധ്യതയാണ്. എന്നാൽ അവർക്ക് ലൈംഗിക ദാഹം തീർക്കണ്ടേ, അവർക്കൊരാണും പെണ്ണും തമ്മിലുള്ള കാമദാഹങ്ങൾ തീർക്കണ്ടേ, ലൈംഗികമായ താല്പര്യങ്ങൾ തീർക്കണ്ടേ? അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹൃദത്തിലൂടെ തീർക്കാവുന്ന ഒന്നേ ഉള്ളൂ. എന്തിനാണ് അതിന് വിവാഹം? എത്രയോ പാശ്ചാത്യ ലോകത്ത് വിവാഹം നടക്കുന്നുണ്ടോ? 50-60% ആളുകൾ വിവാഹത്തെ തന്നെ മാറ്റിവെച്ചുകൊണ്ടല്ലേ പോകുന്നത്. ഒരു മനുഷ്യന്റെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായ സ്വപ്നത്തിനാണ് ഇവർ കത്തിവെക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന ആ കെട്ടുറപ്പിന്റെ അതിന്റെ അടിത്തറയാണ്, ഓണിക്കല്ലാണ് ഇവർ അടിച്ചു തകർക്കുന്നത്. എന്നിട്ട് സമൂഹത്തോട് പറയുന്നു ഇവരെയാണ് ആളുകൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല. ജബ്ബാർ മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ സ്ക്രീനിൽ വരട്ടെ, അദ്ദേഹം പറയട്ടെ വിവാഹം എന്ന് പറയുന്നതിനെ കുറിച്ച് അവരെ പോലെയുള്ള ബുദ്ധിജീവികൾക്ക് എന്തു പറയാനുണ്ട്. നിരീശ്വരത്വത്തെ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വിളമ്പുന്നവർക്ക് വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തെ കുറിച്ച് എന്തു പറയാനുണ്ട്? അദ്ദേഹത്തിന്റെ മക്കൾ വിവാഹം കഴിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ പേരക്കുട്ടികളില്ലേ? ഉണ്ട്. എന്നിട്ടും അവർ ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. പാശ്ചാത്യ ലോകത്ത് 50-60% ആളുകൾ വിവാഹം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്? പറയട്ടെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയാം. കല്യാണം കഴിക്കണം, കുടുംബജീവിതം വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കല്യാണം കഴിക്കാതെ കുടുംബം എന്നുള്ള ഈ ഔപചാരിക സംവിധാനം ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം പേർ കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് ആളുകൾ പാശ്ചാത്യ ലോകത്തുണ്ട്. അവർക്കൊന്നും അങ്ങനെ കുടുംബം ഇല്ലാത്തത് കൊണ്ടോ കല്യാണം എന്ന ഒരു ആചാരം നടത്താത്തത് കൊണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നത്തെ കുടുംബ വ്യവസ്ഥ പൂർണ്ണവും ശരിയും നാളെ മാറാത്തതുമാണോ? ഒരിക്കലുമല്ല. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഔപചാരികമായ കുടുംബങ്ങൾ സ്ഥാപിക്കാതെ സ്വതന്ത്രമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കാൻ തുടങ്ങി. കേരളത്തിൽ പോലും പാശ്ചാത്യ നാടുകളിൽ അങ്ങനെ ജീവിക്കുന്നവർ ധാരാളമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രാജ്യത്ത് 35, 40, 45, 50% വരെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ്. അവരൊക്കെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് അവർ സൗഹൃദത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഉണ്ടോ? പാശ്ചാത്യ ലോകത്ത് 35, 40, 45, 50 അതിന് മുകളിൽ ശതമാനം ആളുകൾ ഔപചാരികമായ വിവാഹത്തിൽ ഏർപ്പെടാത്തവരാണ്. പിന്നെ ഔപചാരികമായ വിവാഹം എന്താ? ഈ എഴുത്തും കുത്തും സാക്ഷികളും ഒരു മതം അനുശ്വാസിക്കുന്ന തരത്തിലുള്ള വിവാഹം. ഒരു ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം പറയുന്ന അടിസ്ഥാനത്തിലുള്ള വിവാഹം, ക്രൈസ്തവ മതമാണെങ്കിൽ അത് പറയുന്ന അടിസ്ഥാനത്തിലുള്ള വിവാഹം, അതിലേർപ്പെടാത്തവരാണ് 35 മുതൽ 50-55% വരെയുള്ള ആളുകൾ. എന്നാൽ അവരൊക്കെ ലൈംഗികമായ ആസ്വാദനം നടത്തുന്നില്ലേ? ഉണ്ട്. അതൊക്കെ സൗഹൃദത്തിലൂടെ നടത്തേണ്ട ഒന്നാണ്. അതിനാണ് സൗഹൃദം. മനസ്സിലായില്ലേ? ലൈംഗികമായ ആ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് എന്തിനാണ് വിവാഹം എന്നാണ് വലിയ ബുദ്ധിജീവിയായി ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, അപ്പൊ ഇവരുടെ ലക്ഷ്യം ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, കുടുംബം നേരിടുന്ന വെല്ലുവിളികളിൽ പുതിയ തലമുറയിൽ നമ്മളിൽപ്പെട്ട പെൺകുട്ടികൾ പോലും, അതേ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 18, 20, 22 വയസ്സായിട്ട് പറയുന്നു എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഇപ്പോൾ എന്നതാണ് ആദ്യ സംസാരം. പിന്നീട് പറയുന്നു എനിക്ക് വിവാഹം ഇഷ്ടമില്ല, ഞാൻ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ പരിഹാരങ്ങളൊക്കെ വരും പ്രഭാഷകന്മാർ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരും. അപ്പൊ ഇവരുടെ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യമായി ഞാൻ ക്ലിപ്പിട്ട് കേൾപ്പിച്ചത്, വിവാഹമെന്ന് പറയുന്നതിനെ തല്ലി തകർക്കുക. അതിന്റെ സർവ്വതും ഒരു വിവാഹമെന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആ പട്ടികയും കടുക്കോലും മാണികളും ഊരിയെടുത്ത് തല്ലി തകർത്ത് ആ വിവാഹമെന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കുക. 2, അതിലൂടെ കുത്തടിഞ്ഞ ഒരു ലൈംഗികത ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. അതിനാണ് ഈ സംസാരം നടത്തുന്നത്. 55% ആളുകളും ഔപചാരികമായ വിവാഹം കഴിഞ്ഞിട്ടാണോ ജീവിക്കുന്നത്? ആണോ? അല്ലല്ലോ. പിന്നെ അവർ ലൈംഗികമായ ദാഹം തീർക്കുന്നില്ലേ? തീർക്കുന്നുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു സൗഹൃദമായ ബന്ധത്തിലൂടെയാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇയാൾ മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാളുടെ സംസാരം നിങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിന് പറയാനുള്ളത്, എനിക്ക് ചിലപ്പോൾ വിവാഹം കഴിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, ഒരു ഭാര്യയെ ഒപ്പം കൊണ്ട് നടക്കാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്ക് വിവാഹം നടക്കണമെന്നില്ല. എന്നാൽ പിന്നെ എനിക്ക് സെക്സ് വേണ്ടേ? വേണം. അതിന് വിവാഹമില്ലാത്ത മാർഗങ്ങൾ കാണേണ്ടി വരും. പച്ചയായി ഇവർ പറയുന്നു. കേൾക്കൂ നിങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ.
വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്. അതിന് ഒരു സാഹചര്യം സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം എനിക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ. കണ്ടോ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞത്? എനിക്കൊരു ഭാര്യയെ പോറ്റാനുള്ള ആസ്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ട് നടക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ പിന്നെ എനിക്ക് സെക്സ് വേണ്ടേ? വേണം. അതിന് സൊല്യൂഷൻ വേണ്ടേ? ആ സൊല്യൂഷനാണ് നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത്. ഏത് സമയത്തും വിട്ടുപോകാവുന്ന ബാധ്യതകളില്ലാത്ത സൗഹൃദമായ ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാക്കുക. കുത്തടിഞ്ഞ ലൈംഗികമായ ഒരു രംഗം സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. ഇത് പറഞ്ഞു ഇവരെവിടെ എത്തിയെന്നറിയോ? കേരളത്തിലെ കോഴിക്കോട് പോലെ, കേരളത്തിലെ തിരുവനന്തപുരം പോലെ, കേരളത്തിലെ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള ടൗണുകളിൽ ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തി ഇവർ നടത്തുന്ന സംസാരങ്ങളിൽ പ്രിയപ്പെട്ടവരെ പറയുന്നത് എന്താ അറിയോ? ഇൻസെസ്റ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം ഒന്ന് നിങ്ങൾ നിഘണ്ടുവെടുത്ത് മറിച്ചു നോക്ക്. ആയ ആളുകളുമായിട്ടുള്ള ശാരീരികമായ ബന്ധം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ പദത്തിന്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ, പാരന്റ്, മാതാവും പിതാവും. അതെ, അവർക്ക് വേണമെങ്കിൽ മോനോട്, അമ്മയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അച്ഛന് മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അച്ഛന് പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഒരു സഹോദരൻ അവന്റെ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന് പബ്ലിക്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഇവരാണ് സമൂഹത്തെ ഞങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും നല്ല ഫ്യൂച്ചറായി മാറാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ക്യാമ്പസുകളിലൂടെ കയറിയിറങ്ങി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അനുയായികൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് വിവാഹം എന്നതിനെ തല്ലി തകർക്കുക, രണ്ട് കുത്തടിഞ്ഞ ലൈംഗികത സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതിനു വേണ്ടാവുന്ന ഏർപ്പാടുകളെല്ലാം ഇവർ ചെയ്തു കൂട്ടുക. പറഞ്ഞവർ പറഞ്ഞു, നിന്റെ ഉമ്മയെ, നിന്റെ അമ്മയെ, നിന്റെ പെങ്ങളെ, നിന്റെ മകളെ വേണമെങ്കിൽ നിനക്ക് ലൈംഗികമായി ഉപയോഗിക്കാം, പക്ഷെ പരസ്പര സമ്മതത്തോടു കൂടിയാവണം. ഈ ക്ലിപ്പിട്ടുകൊണ്ട് നമ്മൾ പല സ്ഥലത്തും സംസാരിച്ചപ്പോ ഈ സ്ക്രീനിൽ വരുന്ന മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? അവർ ഒരിക്കലും പ്രഗ്നൻസിയിലേക്ക് പോകരുത്. അങ്ങനെ പെങ്ങളുമായി, അമ്മയുമായി, അതുപോലെ തന്നെ രക്തബന്ധുക്കളുമായിട്ടുള്ള ശാരീരികമായ സമ്മതപ്രകാരമുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ മക്കൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞതിലെ രണ്ടാമത്തെ തിരുത്ത് എന്ന് ഉളുപ്പില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവർ. എന്നിട്ട് ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ, ഇവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ, ഇവരെ മോട്ടിവേഷൻ ചെയ്യാൻ പുതിയ തലമുറ തയ്യാറായി നിൽക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ കാണുന്നത്. ഒരു മനുഷ്യന്റെ സംസാരം നിങ്ങൾ കേട്ടോളൂ. ഈ പറഞ്ഞ വാക്കാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഇൻസെസ്റ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ അതേ രക്തബന്ധുക്കളുമായിട്ടുള്ള ലൈംഗികമായ, അത് ഒരു കുഴപ്പവുമില്ല എന്നാണ് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കൂ. സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യം. കണ്ടോ? അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. ആരെ? സ്വന്തം അമ്മയെ, സ്വന്തം പെങ്ങളെ, സ്വന്തം രക്തത്തിൽ പിറന്ന മോളെ ലൈംഗികമായി ഉപയോഗിക്കാം. ഈ ഫാമിലി കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇവിടെ തടിച്ചുകൂടുന്ന ഇപ്പോഴും ഈ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, എന്തിനാണ് എന്ന് നിങ്ങൾ ഗൗരവത്തോടു കൂടി ഓർക്കണം. ഇവിടെ നടക്കുന്ന ഇനി ഗൗരവമേറിയ 3 സംസാരങ്ങളിലൂടെ ഈ പറഞ്ഞതും പറയാത്തതുമായ വിഷയങ്ങളിലേക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന സംസാരങ്ങളായിരിക്കും, അല്ലേ? ഞാൻ അതിനിടക്ക് ഒരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാതെ പോയി. ശ്രദ്ധിച്ചു കേൾക്കുക. പുതിയ തലമുറ ഇവിടെയൊക്കെ സംസാരങ്ങൾ കേട്ട് ഇവർ സമൂഹത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്തിനാണ് വിവാഹം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ കുടുംബം എന്ന് പറയുമ്പോ
അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പുതിയ തലമുറ ഇവിടെ സംസാരങ്ങൾ കേട്ട് വിവാഹം വേണ്ട, അതിനെ ലോക്കാക്കി കളയുന്ന ഏർപ്പാടാണ് എന്ന് പ്രിയപ്പെട്ടവരെ സമൂഹം ചോദിക്കുമ്പോ ആര് കേട്ടാലും പ്രശ്നമില്ല എന്ന നിലക്ക് വിവാഹത്തെ തന്നെ എതിർക്കുന്ന പുതിയ തലമുറ, കോളേജ് വിട്ടിറങ്ങുന്ന കുട്ടികളോട്, ക്യാമ്പസ് വിട്ടിറങ്ങുന്ന കുട്ടികളോട്, മാർക്കറ്റിലും അങ്ങാടിയിലും കാണുന്ന പുതിയ തലമുറയോട്, ന്യൂജൻ സമൂഹത്തോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി സ്ക്രീനിൽ നിന്ന് നിങ്ങൾ ഏതാനും വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുക. നല്ല കാര്യല്ലേ, നല്ല അഭിപ്രായമാണ്. കടപ്പാടൊന്നുമില്ലല്ലോ ആരോടും, ഇഷ്ടമുള്ളപ്പോ പോവാ. അതിനെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ നമുക്ക്. ലിമിറ്റ് തരാന്ന് സപ്പോർട്ടാണ്. എനിക്ക് ഇഷ്ടമല്ല മാരേജിനോട്, എനിക്ക് ഇഷ്ടമല്ല. പലർക്കും പല താല്പര്യമുള്ള, അപ്പം ഞാൻ അത് സപ്പോർട്ട് ചെയ്യണം. നമ്മ വേറെ നല്ല ലോക്കാണ്, അത്രേ ഉള്ളൂ. ഇതാണ് പുതിയ തലമുറ. ഇവരുടെ സംസാരങ്ങൾ കേട്ട് ഇവരൊക്കെ വലിയ ആളുകളാണ്, ഇവർ സിനിമാ രംഗത്തുള്ള ആളുകളാണ്, അറിയപ്പെട്ട സെലിബ്രിറ്റികളാണ്, അറിയപ്പെട്ട എഴുത്തുകാരന്മാരാണ്, വലിയ ബുദ്ധിജീവികളാണ്. ഒരു തോൽസഞ്ചി തന്റെ തോളിൽ തൂക്കി നടന്നാൽ ഞാൻ എല്ലാ ബുദ്ധിയും ശേഖരിച്ചു വെച്ച ഒരാളാണ് എന്ന് വരുത്തി വെക്കുന്നവരാണ്. ഇവിടെ സംസാരങ്ങൾ കേട്ടിട്ടാണ് പുതിയ തലമുറ ലോകത്തോട് പറയുന്നത്. ആളുകൾ ചോദിക്കുന്നു, ഇത് കേട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ പ്രതികരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇവർക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട്. ഒരു 100 കുട്ടികളോട് ഇവർ ഈ അർത്ഥത്തിൽ ചോദിച്ചിട്ടുണ്ടാവാം. 10 കൂട്ടമാണ്, 10 സംഘമാണ് അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതെങ്കിൽ അത് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക, എതിർത്തത് കൊണ്ടുവരികയില്ല. അവരുടെ ലക്ഷ്യമെന്താണ്? എല്ലാവരും ഇങ്ങനെയാണ് എന്ന് കുട്ടികളുടെ മുമ്പിൽ വരുത്തി, പുതിയ തലമുറക്ക് മുമ്പിൽ വരുത്തി അവരെ കൊണ്ടും ആ അർത്ഥത്തിൽ ചിന്തിപ്പിക്കുവാനും പറയിപ്പിക്കുവാനും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുവാനും പുത്തടിഞ്ഞ ലൈംഗികതയിലേക്ക് വരാനും, അതെ എന്റെ ബോഡി എന്റെ ഇഷ്ടമാണ്, മൈ ബോഡി മൈ ചോയ്സ് എന്നവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കളാണ്, മാനവികതയുടെ ശത്രുക്കളാണ്. ഒരു മതത്തിന്റെ ശത്രുക്കളല്ല, സർവ മതത്തിലെയും അല്ലെങ്കിൽ സർവ മനുഷ്യരുടെയും ശത്രുക്കളായി ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി കടന്നുകൊണ്ടവർ പറയുന്ന വാക്കുണ്ട്, നമുക്ക് ലൈംഗിക ദാഹം തീർക്കണം, വിവാഹം വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ടല്ലോ, തൽക്കാലം വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റിയുടെ രൂപത്തിൽ ഒരു ടോയ്സ് ആവശ്യപ്പെട്ടാൽ അതേ വലിപ്പത്തിൽ, അതേ ഭംഗിയിൽ, അതേ രൂപത്തിൽ ഉണ്ടാക്കി തരാൻ ഇവിടെ ഇന്ന് മാർക്കറ്റിംഗ് റെഡിയാണ് എന്നാണ് ഇവർ പ്രസംഗിച്ചു കൊടുക്കുന്നത്. അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടിയുടെ, ഒരു ചേച്ചിയുടെ, ചേട്ടന്റെ, അങ്ങനെ തന്നെ പച്ചക്ക് പറയാണ്, ആ രൂപം നിങ്ങൾക്ക് ഒരു ടോയ് ആയി വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടാവുന്ന സംവിധാനം ലോകത്തുണ്ട്. പക്ഷേ അതങ്ങനെ ചെയ്യുമ്പോ അവകാശ ലംഘനത്തിന് അവർ കേസ് കൊടുക്കുമോ എന്ന കാര്യം ശ്രദ്ധിക്കണം. അത് മാത്രമേ ഇതിൽ പ്രശ്നമുള്ളൂ എന്നാണ് ഇവർ പ്രസംഗിച്ചു കൊടുക്കുന്നത് പുതിയ തലമുറക്ക്. അതുകൂടി നിങ്ങൾ കേട്ടോളൂ സ്ക്രീനിൽ നിന്ന്. ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമായിട്ട് മുൻപോട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ് സെക്സ് ടോയ്സ്. അപ്പം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സിനെ അവിടെ ഡിസൈൻ ചെയ്തു തരും. അപ്പം നമ്മൾ ഇന്ന് പഴയ തേച്ച കാമുകന്റെയോ കാമുകിയുടെ രൂപത്തിലോ സെലിബ്രിറ്റിയിലോ അപ്പുറത്തെ ചേച്ചിയുടെ ചേട്ടന്റെ ഒക്കെ രൂപത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നാളെ വേറെ ചില അവകാശ ലംഘന പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ വരാം. കണ്ടില്ലേ? അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ തേച്ചുപോയ കാമുകന്റെ, നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയ കാമുകിയുടെ ഏത് രൂപം വേണമെങ്കിലും അതിനൊക്കെ ടോയ് ഉണ്ട്. അതുകൊണ്ട് ലൈംഗിക ദാഹം തീർക്കാൻ ഒരു വിവാഹത്തിലേക്ക് പോവേണ്ടതില്ല എന്ന് ഈ മനുഷ്യർക്ക് മുമ്പിൽ പച്ചയായി പറഞ്ഞു കൊടുക്കാൻ ആര് കേട്ടാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവർ അതിന്റെ ആളുകളായി ലോകത്തറിയപ്പെടുന്നവരാണ്. ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കുറെ കേൾക്കുമ്പോ കുറെ ബുദ്ധിജീവികളാണ് സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിൽ പറയുമ്പോ കുറച്ചാളുകളുടെ മനസ്സിലെങ്കിലും, കുറെ കുട്ടികളുടെ മനസ്സിലെങ്കിലും അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ആ ഏതൊക്കെയോ അർത്ഥത്തിലുള്ള പ്രിയപ്പെട്ടവരെ സ്വാധീനങ്ങൾ അവരെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്ന് ഗൗരവപൂർവ്വം ഓർക്കണം. 3 വയസ്സുള്ള കുട്ടിയെ ഒരു ബിൽഡിങ്ങിന്റെ പിറകുവശത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയുടെ ആന്തരിക അവയവം വരെ പൊട്ടിപ്പോയി ഓർത്ത് കരഞ്ഞ കുട്ടിയുടെ മയ്യത്തിനെ കുറിച്ച് കേട്ടവരാണ് നമ്മളൊക്കെ, വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇവർക്ക് പറയാനുള്ളത് പീഡോഫീലിയ, ഒരു കുട്ടിയോടാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അറിയോ? ഇവർ പറഞ്ഞു എവിടെ എത്തിന്നറിയോ? നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് അംഗവൈകല്യമുള്ള കുട്ടിയാണ്, കാല് വളഞ്ഞ കൈ വളഞ്ഞ കുഞ്ഞാണ്,
അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആയ ഒരു കുട്ടിയാണ്, ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ഇതുവരെ കാണാത്ത മാരകമായ അസുഖങ്ങൾ ബാധിച്ച കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ നിന്റെ, അതായത് ഈ കുട്ടിയുടെ ഉപ്പ, ഈ കുട്ടിയുടെ അച്ഛൻ, ഈ കുട്ടിയുടെ അമ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ജീവിതത്തിന് തടസ്സമാണെങ്കിൽ അവരെ കൊന്നു കളയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവരാണിവർ. എന്നിട്ട് ഇവരാണ് പറയുന്നത് ഞങ്ങൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെ? ജനിച്ച കുഞ്ഞ് അംഗവൈകല്യം സംഭവിച്ചവരാണെങ്കിൽ, ഓട്ടിസ്റ്റിക് ആയ മക്കളാണെങ്കിൽ, മെന്റലി റിട്ടാർഡഡ് ആയ മക്കളാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശാരീരികമായ വൈകല്യങ്ങൾ സംഭവിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖത്തിന് തടസ്സമാണെങ്കിൽ അവരെ കൊന്നുകളയാം, അതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഇവരാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മനുഷ്യത്വത്തിന് വേണ്ടി പെരുമാറുന്നവരാണ്, അതിനുവേണ്ടി സംസാരിക്കുന്നവരാണ്, അതിനുവേണ്ടി ശബ്ദിക്കുന്നവരാണ്, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. ഇത് പറയാൻ എന്തവകാശമാണ് ഇവർക്കുള്ളത്? എന്തവകാശമാണ് ഇവർക്കുള്ളത്? ചെറിയ കുട്ടികൾക്ക് നേരെ ലൈംഗികമായ ദാഹം തോന്നിയാൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് സംസാരിക്കുന്നവർ. ഒരുത്തന്റെ സംസാരം കേട്ടോളൂ നിങ്ങൾ. ഇപ്പോൾ പീഡോഫീലിയ തന്നെ ഒരാൾക്കൊരു കുട്ടിയോട് താല്പര്യം തോന്നുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാര്യം ബിക്കോസ് അയാൾ അങ്ങനെ തീരുമാനം എടുക്കില്ല. ഞാൻ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നി ജീവിക്കാനാണ് തീരുമാനം, അങ്ങനെ ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ ഓൺ ഹിസ് പാർട്ട്. കേട്ടില്ലേ? കുട്ടികളോടൊരു ലൈംഗിക താല്പര്യം തോന്നിയാൽ അത് കുറ്റം പറയാൻ പറ്റുകയില്ല, തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. ഞാൻ ഏറെ വിശദീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഈ സമയം വരെ ഞാൻ പറഞ്ഞത് കുടുംബവുമായി അല്ലെങ്കിൽ മക്കളുമായി വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ സർവ്വതിനെയും തല്ലിയുടക്കുന്ന, സർവസീമകളെയും ലംഘിക്കുന്ന, സർവ സദാചാര മര്യാദകളെയും അതിർലംഘിക്കുന്ന സംസാരങ്ങളും പ്രവൃത്തികൾക്കും ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ടീമായി പ്രവർത്തിക്കുന്നവരാണ്. ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ശത്രുക്കളായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അത് മാത്രമല്ല, ഇനി അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ, ഈ പറയുന്ന ഈ ഉമ്മയും ബാപ്പയും എന്നൊക്കെ പറയുന്ന ഈ സംവിധാനമുണ്ടല്ലോ. അപ്പൊ നമ്മൾ മക്കളെ കുറിച്ച് നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമ നൽകണേ പടച്ചവനെ. ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രയാസപ്പെട്ടോ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ആശ്രയമാക്കി ഞങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇവരുടെ വാദപ്രകാരം അച്ഛന് വേണ്ടി അമ്മക്ക് വേണ്ടി മക്കൾ അധ്വാനിക്കുക എന്നത് സമയനഷ്ടമാണ്. കേട്ടോളൂ, അവർ തന്നെ പറയട്ടെ, കേട്ടോളൂ. മക്കളുണ്ടാകുന്നത് അമ്മയും അച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയകാല വിവരക്കേടിനകത്തു നിന്നാണ് ഈ മക്കള് കളഞ്ഞേച്ചു പോകുന്നത്. കണ്ടോ? മക്കള് അച്ഛനെയും അമ്മനെയൊക്കെ നോക്കാനുള്ള ആളുകളാണ് എന്ന് പറയുന്ന പഴയകാല വിവരക്കേട്. അതൊക്കെ ഒരു വിവരക്കേടാണ്, അർത്ഥശൂന്യമായ വർത്തമാനമാണ്. അതുകൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാം, ഒരു ബാധ്യതയില്ല. അച്ഛന് പ്രായമായി, അമ്മക്ക് പ്രായമായി, കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കാം. മക്കളോ, ആ മക്കൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുക, അവരെ നോക്കാനിരിക്കുക എന്നത് അതൊക്കെ ഒരു വിവരക്കേടായിട്ടാണ് ഈ സമൂഹം അത് പഠിപ്പിക്കുന്നത്. കാരണം പ്രായമായ ആളുകളെ ഈ നോക്കാനിരിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളുടെ യൗവനം നഷ്ടപ്പെടുത്തുക എത്ര വലിയ വിലപ്പെട്ട സമയമാണ്. അതുകൂടി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ്. ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിൻ്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രയോജനരഹിതമായി ജീവിക്കരുത്. കണ്ടോ? പ്രായമായ ആളുകളെ നോക്കാനിരിക്കുക എന്നുള്ളത് എത്ര സമയമാണ്, എത്ര കാശാണ്, എത്ര യൗവനമാണ് നഷ്ടപ്പെടുത്തുന്നത്. മോന് വാപ്പാനെ നോക്കാനിരിക്കുക, മോള് ഉമ്മാനെ നോക്കാനിരിക്കുക, അച്ഛനെ നോക്കാൻ വേണ്ടി മക്കളിരിക്കുക. എത്ര വലിയ യൗവനമാണ് നഷ്ടപ്പെടുന്നത്, എത്ര കാശാണ് ചെലവാകുന്നത്, എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ഇതൊന്നും വിശദീകരിക്കാനുള്ള ക്ലിപ്പിടാനുള്ള സമയമില്ല. എന്നിട്ട് ഇവർ പറയുന്ന എന്താ അറിയോ? ഒട്ടകങ്ങൾ കാല് നഷ്ടപ്പെട്ടാൽ കൃത്രിമ കാല് വെച്ച് നടക്കാറുണ്ടോ? ആ കടുവയും പുലിയും ഒക്കെ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞ് കണ്ണട വെച്ച് നടക്കാറുണ്ടോ? അതുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത അച്ഛൻ അതങ്ങനെ അവസാനിക്കട്ടെ. പിന്നെ മരുന്ന് വാങ്ങിക്കൊടുത്ത് വെറുതെ കാഴ്ച കൂട്ടാൻ നിൽക്കണ്ട. നടക്കാൻ വയ്യാത്ത ബാപ്പയെ, നടക്കാൻ വയ്യാത്ത അച്ഛനെ പിന്നെ ചികിത്സക്ക് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും നടത്തിപ്പിക്കുവാനുള്ള ശ്രമം വേണ്ട.
കിടപ്പിലായവർ കിടപ്പിലായി, അവിടെ സുല്ലിടണം, അവിടെ അവസാനിക്കണം, മരിച്ചു തീരട്ടെ. അതിനുവേണ്ടി കുറെ സമയം കളയണ്ട, അതിനുവേണ്ടി കുറെ യൗവനം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നതൊക്കെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പറയുന്നത് കേട്ടോളൂ. നമ്മൾ ഈ മരുന്നൊക്കെ കണ്ടുപിടിച്ച് തട്ടി പൊക്കി വെക്കുന്ന പോലെ, കമ്പ് കുത്തി വെക്കുന്ന പോലെ ഈ മരുന്ന് കഴിച്ചിട്ട് ചാകാതിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത് പറയുമ്പോൾ കണ്ടോ, മരുന്ന് വാങ്ങിക്കൊടുത്ത് നമ്മൾ ഈ മരുന്നൊക്കെ മതി മരുന്ന് വാങ്ങിക്കൊടുത്ത് പ്രിയപ്പെട്ടവരെ, ഇത് ചാകാതിരിക്കുന്നതാണ് പ്രശ്നം. ആരെ കുറിച്ചായി പറയുന്നത്? പ്രായമായി, കിടപ്പിലായി, അസുഖത്തിലായി, എന്നിട്ട് ഉമ്മാനെ നോക്കാനിരിക്കുക, വാപ്പാനെ നോക്കാനിരിക്കുക, അച്ഛനെ നോക്കാനിരിക്കുക, അമ്മയെ നോക്കാനിരിക്കുക. ഈ കുടുംബം എന്ന് പറയുന്ന മനോഹരമായ ആ ചിത്രത്തിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ അല്ലേ? നോക്ക്, നിങ്ങൾ എത്ര ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. വൃദ്ധസദനങ്ങൾ എവിടെ പോയി നോക്കിയാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കുറവാണ്, വളരെ 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 കുറവാണ് എന്ന കാര്യത്തിൽ അഭിമാനത്തോടുകൂടി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആ അച്ഛനെ, അമ്മയെ, ഉമ്മയെ, വാപ്പയെ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒരു വേസ്റ്റ് ആണ് എന്ന നിലക്ക് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത്, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അവരെ നോക്കാനിരിക്കുന്നത് അത് യൗവനം നഷ്ടപ്പെടുത്തലാണ്. മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നത് ചാവാതിരിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യലാണ് എന്ന്. അതുകൊണ്ട് ഒരു വാർത്തയുടെ ശകലം നിങ്ങൾ കേട്ടില്ലേ? എത്രയോ വാർത്തകളുണ്ട്. ഒരു വാർത്തയുടെ ശകലം നിങ്ങൾ കേട്ടു നോക്കൂ. ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട്, ഇവരുടെയൊക്കെ സംസാരങ്ങൾ കേട്ട് സമൂഹം എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ വാർത്തയുടെ ഒരു ശകലം നിങ്ങൾ കേട്ടു നോക്കൂ. കൊല്ലം അഞ്ചലിൽ വയോധികരായ മാതാപിതാക്കളെ കുടുംബ വീട്ടിൽ ഉപേക്ഷിച്ച മക്കൾ മുങ്ങി. നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ടു. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മക്കൾ മുങ്ങി. പതുക്കെ അച്ഛനെയും അമ്മയെയും കൂട്ടി, പ്രായാധിക്യത്തിലുള്ള അച്ഛനെയും അമ്മയെയും കൂട്ടി കുടുംബ വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞ് പതുക്കെ ഇപ്പൊ വരാന്നും പറഞ്ഞ് അവിടുന്ന് മുങ്ങി. പിന്നെ അന്വേഷിക്കുമ്പോ മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് വേണ്ടാന്ന്, അച്ഛന് വേണ്ട, അമ്മനെ വേണ്ടാന്ന്. കണ്ടോ, ഈ ഒരു സംവിധാനത്തിലേക്ക് സമൂഹം വരണം എന്നതാണ് ഇവരുടെ ദുരുദ്ദേശം. അപ്പൊ രണ്ടാമത്തെ മേഖല ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മൂന്നാമത്തെ ഒരു മേഖല കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. പുതിയ തലമുറ ലഹരിയുടെ മായാലോകത്താണ്. കേട്ടില്ലേ നിങ്ങൾ? റമദാനിന് മുമ്പ് ചുറ്റിക കൊണ്ട് 5 മനുഷ്യരടിച്ചു കൊല്ലുന്നത് അല്ലേ? സ്വന്തം ഉമ്മയെ കത്തി ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി കൊന്നു തീർക്കുന്നത്, ഭാര്യയെ കൊന്നുകളയുന്നത്. എത്ര വാർത്തകളാണ്. അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കഞ്ചാവ് പോലെ, MDMA പോലെ, ലഹരി പോലെയുള്ളതിനെ ഇവിടെ ഇന്ന് സുലഭമായി കിട്ടുന്നില്ല. അതിൽ ലീഗലാക്കി കൊടുക്കണമെന്നതാണ് ഇവരുടെ വാദം. കേട്ടോളൂ നിങ്ങൾ പെട്ടെന്ന്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അപ്പൊ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. മതി, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. അതൊക്കെ എവിടെയും ഏത് പെട്ടിക്കടയിലും വാങ്ങാൻ കിട്ടുന്നത് പോലെ, ഏത് ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിലാക്കണം. എന്തിനാ ഇത്ര വലിയ പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഞാൻ എന്റെ സംസാരത്തിന്റെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടോളൂ. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ഒരു സ്ട്രീറ്റിൽ അവിടുത്തെ യുവാക്കൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ രാജ്യത്തല്ല, ലോക പോലീസ് എന്നറിയപ്പെടുന്ന, ഞങ്ങൾക്കെല്ലാറ്റിനും വലിയ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുന്ന അമേരിക്ക പോലെയുള്ള ഉന്നത രാജ്യങ്ങളായി അറിയപ്പെടുന്ന അമേരിക്കയുടെ സ്ട്രീറ്റിൽ എഴുന്നേറ്റ് നിൽക്കാനാവാതെ, അതാ കിടന്ന സ്ഥലത്തു നിന്നും മാറിക്കിടക്കാനാവാതെ, ഈ അർത്ഥത്തിലുള്ള വൃത്തികെട്ട ലഹരിക്കടിമകളായി അവിടുത്തെ തലമുറ അതുപോലെയുള്ള സ്ട്രീറ്റുകളിൽ കിടക്കുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരണമെന്ന് പ്രസംഗിച്ചും എഴുതിയും ആളുകളെ സ്വാധീനിച്ചും ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നും കുട്ടികൾ കൂടുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നും പുതിയ തലമുറയെ മാതാവിന്റെ അടുക്കൽ നിന്ന് അടർത്തി മാറ്റി, പിതാവിന്റെ അടുക്കൽ നിന്ന് അടർത്തി മാറ്റി, കുടുംബത്തിൽ നിന്ന് അടർത്തി മാറ്റി, കുടുംബ സംവിധാനങ്ങളെ തല്ലി തകർത്ത് ആർക്കും ഉപകാരപ്പെടാത്ത ഒരു സമൂഹത്തിന്റെ ബാക്കിപത്രങ്ങളാക്കി മാറ്റാൻ അതിനുവേണ്ടിയാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞത് അമേരിക്കയിൽ സുലഭമായി കിട്ടുന്നില്ലേ എന്ന്. അമേരിക്കയിലെ സ്ട്രീറ്റാണ് നിങ്ങൾ കണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഈ പ്രശ്നങ്ങൾ പറഞ്ഞു പോവുക എന്നതല്ല ഫാമിലി കോൺഫറൻസിന്റെ ലക്ഷ്യം. മറിച്ച് ഇതിന്റെ പരിഹാരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കടന്നു വരുന്ന സംസാരങ്ങളിൽ മുഴുവനും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് ഒരു മിനിറ്റ് കൂടിയുള്ള ക്ലിപ്പ് കേട്ടുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ദാ പറയുന്നു, നിങ്ങൾക്ക് നന്നായി മരിക്കണമോ? ഒരു മരണം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ നമുക്ക് നന്മയിലേക്ക് ക്ഷണിക്കാം. സുഹൃത്തെ, നിനക്ക് മരിക്കണ്ടേ? നാളെ ദാ ഒറ്റക്കല്ലേ നീ പള്ളിക്കാട്ടിൽ, അല്ലേ സുഹൃത്തെ നീ സെമിത്തേരിയിൽ, അല്ലേ സഹോദരൻ നീ ശ്മശാനത്തിൽ എന്ന് ചോദിക്കുമ്പോ ആ മരണത്തെ കൂടി ഇവർ തമാശയാക്കി എടുക്കുന്നു. ഇവിടെ വാക്കൊന്ന് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്നായി ജീവിച്ചവർക്ക്, നന്നായി മനസ്സിലാക്കിയവർക്ക് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പറ്റും. ആസ്വദിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും, വേദനിച്ച് മരിക്കണ്ട. മരണത്തിന് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ലോകത്തുള്ള സകല വിഷനും ഈ കാണുന്ന ലോകത്തുള്ള സകല ദൈവങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തി ജീവിച്ച് മരിക്കാം. കണ്ടോ, മരണത്തിന് വേദന ഉണ്ട്, മരണമൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ വെറുതെ പറയാണ്. മയക്കുമരുന്ന് അറിയാത്തത് കൊണ്ടാ. മയക്കുമരുന്ന് ശരിക്കടിച്ച് ജീവിക്കുന്നവന് എല്ലാ ദൈവങ്ങളെയും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി മരിക്കാൻ പറ്റും, ആസ്വദിച്ചു മരിക്കാൻ പറ്റും. ഇതാ പുതിയ തലമുറയോട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. എങ്ങനെ നിലനിൽക്കും നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത? മക്കൾ നമ്മുടെ മക്കളായി മാറും, നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരിമാരായി മാറും, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ കൂടെ എങ്ങനെ ഉണ്ടാകും, ഒരു കുടുംബം എന്ന് പറയുന്ന ചിത്രം എങ്ങനെ നിലനിൽക്കും എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആലോചിക്കണേ, ചിന്തിക്കണേ എന്ന് കുട്ടികളെ കോളേജിലേക്ക്, ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുമ്പോ എവിടേക്ക് പറഞ്ഞയക്കണമെന്ന് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ പരിസരത്ത് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, അതിനോടൊപ്പം ഡിഗ്രി നേടിയെടുക്കാൻ പറ്റിയ അൽ ബയാൻ പോലെയുള്ള അറബിക് കോളേജുകളില്ലേ, അതുപോലെ നമ്മുടെ ജാമിയ അൽ ഹിന്ദില്ലേ, അതുപോലെ തിരുവനന്തപുരത്ത് കോളേജില്ലേ, അതുപോലെ കാസർഗോഡ് സംവിധാനങ്ങളിലെ രക്ഷിതാക്കളെ, ഞാനും നിങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഈ പുതിയ സൊസൈറ്റിയിലേക്ക് നമ്മുടെ മക്കളെ അതേ അങ്ങ് കെട്ടടിച്ചു വിടാനാണോ ഞാനും നിങ്ങളും തീരുമാനിക്കുന്നത് എന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.